കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാർ നീക്കങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമും ന്യൂസ് 18നോട് പറഞ്ഞത്. ഇന്ത്യയിലെ തന്നെ തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമായ എളമരം കരീമിനെയാണ് കോഴിക്കോട് തിരിച്ചുപിടിക്കാനായി CPM-ഉം LDF-ഉം നിയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് കോഴിക്കോടുകാർ LDF-ന് വോട്ട് ചെയ്യണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. BJP ഉയർത്തുന്ന വർഗീയത, ഉദാരവൽക്കരണ നയങ്ങൾ, ഇതിനൊക്കെ എതിരെ കൃത്യമായ നിലപാടുള്ളത് ഇടതുപക്ഷത്തിനാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കണം, സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന വികസന പദ്ധതികളെ തുരങ്കം വെക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കണം. ഇതിനൊന്നും UDF-ന് കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ LDF-ൽ മാത്രമാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ദേശീയ തലത്തിൽ ഒരേ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ ആ പാർട്ടികൾ തമ്മിലാണ് കേരളത്തിൽ മത്സരം. അവിടെ എന്തുകൊണ്ട് കോൺഗ്രസ് അല്ല CPM അല്ലെങ്കിൽ ഇടതുമുന്നണി വരണം എന്നുള്ളത്? ഞങ്ങൾ മുന്നണിയല്ല, ഇന്ത്യ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ BJP-യെ പരാജയപ്പെടുത്താനാണ് ഈ ധാരണ, അല്ലാതെ LDF-നെ തോൽപ്പിക്കാനല്ല. ഇന്ത്യ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ പ്രധാന നേതാക്കന്മാർ പ്രധാന ശത്രുവായ BJP-യെ വിട്ട് കേരളത്തിലേക്ക് വന്നതെന്തിനാ? അതുകൊണ്ട് അവരോട് ചോദിക്കുക ഈ ചോദ്യം. LDF-ന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണ്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ബീഹാറിലോ മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധി എന്തിന് കേരളത്തിലേക്ക് വന്നു? ഇവിടെ എന്ത് BJP-യാ ഉള്ളത്? ഒരു സീറ്റ് പോലും ജയിക്കാൻ BJP-ക്ക് കഴിവില്ലാത്ത ദുർബലമായ സ്റ്റേറ്റാണ് കേരളം. ഇവിടെ LDF-ന് നല്ല രാഷ്ട്രീയ സ്വാധീനമുണ്ട്. അവർക്ക് രാഷ്ട്രീയ ദിശാബോധമില്ല. അതുകൊണ്ട് അവരാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്. കേരളത്തിൽ പെട്ടെന്ന് അവസാനമുണ്ടായ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു അക്രമ രാഷ്ട്രീയം വീണ്ടും ചർച്ചയാവുകയാണ്. അതിൽ CPM-നെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇതല്ലേ ഈ പൈങ്കിളി ചർച്ച മാധ്യമങ്ങളുടെ അജണ്ടയാ. ജനങ്ങൾക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല. കോഴിക്കോട് തുടർച്ചയായി 3 തവണ ഒരു MP മാത്രമേ വിജയിച്ചുള്ളൂ. അത് MK രാഘവനാണ്. അദ്ദേഹം തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? LDF-ന് നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് കോഴിക്കോട്. 2021 തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ 7-ൽ 6 മണ്ഡലങ്ങളും ജയിച്ചത് LDF-ആണ്. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടും.